സൺഡേ ഹോളിഡേ എല്ലാവരും റെസ്റ്റ് എടുക്കുന്ന സമയമാണല്ലേ. ഇന്ന് എനിക്ക് ക്ലാസ് ഉള്ള ദിവസമുണ്ട്. ഇന്നാണ് എനിക്ക് മ്യൂസിക് ക്ലാസ് ഉള്ളത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. ക്ലാസ്സിലെത്തിയ ഉടനെ ക്ലാസിന്റെ പരിസരം ഉണ്ട് ഞാൻ നോക്കിയത്. ആകെ പൊടി പിടിച്ച് കിടക്കായിരുന്നു മൊത്തം. കഴിഞ്ഞ ആഴ്ചയിലാണ് ലാസ്റ്റ് ക്ലാസ് എടുത്തത്. വെക്കേഷൻ ക്ലാസ് എടുക്കണമെന്ന് വിചാരിച്ചിട്ട് എനിക്ക് ഇതുവരെ എടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല. തൃശ്ശൂരും കോട്ടയൊക്കെ കറങ്ങിടക്കായിരുന്നു. അത് കൂടാതെ തന്നെ നമുക്ക് CCTVയുടെ സർവീസ് ഉള്ളതുകൊണ്ട് സർവീസ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും വൈകി പോകും. സ്റ്റുഡൻസ് ഒക്കെ എൻ്റെ അടുത്ത് വെക്കേഷൻ ക്ലാസിന്റെ കാര്യം പറയാണ്. അടുത്ത മാസം എന്തായാലും വെക്കേഷൻ ക്ലാസ് അറേഞ്ച് ചെയ്യണം. രാവിലെ തന്നെ വന്ന് ക്ലാസ് ക്ലീൻ ചെയ്തു കിട്ടാം. ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണം. രജിസ്റ്റർ ബുക്ക് നോക്കിപ്പോണെന്നുണ്ടെങ്കിൽ മൊത്തം ആബ്സെന്റ്. പറഞ്ഞിട്ട് കാര്യമില്ല, വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ പിള്ളേരെല്ലാവരും റിലേറ്റീവ്സിന്റെ വീട്ടിൽ അവിടെയൊക്കെ നിൽക്കാനൊക്കെ ആയിട്ട് പോയേക്കായിരിക്കും. ഉച്ച കഴിഞ്ഞ് പഠിപ്പിക്കാനുള്ള ഇൻസ്ട്രുമെന്റ് ആണ് ഇത്. ഏകദേശം കുറച്ച് നേരം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഗിറ്റാർ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. ഈ ഒരു കുട്ടി നമ്മുടെ പുതിയ സ്റ്റുഡന്റ് ആണ്, അവിനാഷ് എന്നാണ് പേര്. ഇന്നത്തെ ഗിറ്റാർ ക്ലാസ് 11 മണിയിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഈ കുട്ടിക്ക് 10 മണിക്കാണ് ക്ലാസ് എടുത്തത്. കാരണം പുതിയ കുട്ടിയുണ്ട്, ഫണ്ടമെന്റൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ തറമാക്കി കൊടുക്കാനായിട്ട് ഒറ്റയ്ക്ക് ക്ലാസ് എടുക്കുന്നത് കുറച്ച് ബെറ്റർ ആണ്. അങ്ങനെയുണ്ട്. ഫസ്റ്റ് ഫിംഗർ വെച്ച് അവിടെ എടാ ഇതുണ്ട്, ഇത് ഫസ്റ്റ് ട്രിപ്പ്. അതിന്റെ തൊട്ട് ബാക്കിൽ കണ്ട കുട്ടിയുടെ സൈസ് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ഗിറ്റാർ എന്ന് പറയുന്നത് ആളെ സംബന്ധിച്ച് കുറച്ച് വലുതാണ്. കാണാൻ പറ്റണ്ട. അതിന്റെ തൊട്ട് ബാക്കിൽ അവിടെ അമർത്തി. ഇനി വായിച്ച് അത് തന്നെ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ആൾക്ക് ക്യാച്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് കേട്ടോ. ഒരു 4-5 മാസം കൊണ്ട് തന്നെ നല്ല ട്രെയിനിങ് കൊടുത്ത് ഈ കുട്ടീനെ കൊണ്ട് ഒരു സോങ് വായിക്കണ ലെവലിലേക്ക് എത്തി. അത് കഴിഞ്ഞ് നമുക്ക് വേറെ സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ആ ഒരു ക്ലാസ് കഴിഞ്ഞിട്ട് നേരെ മന്ത്രോഡിലോട്ട് പോവുകയാണ്. നമ്മുടെ ഒരു ഫ്രണ്ടിനെയും കൂടെ കൂട്ടിയിട്ടുണ്ട്. ഒരു ഇൻസ്റ്റാഗ്രാം പേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഗീവ് അവേ വീഡിയോ ചെയ്യാനായിട്ടാണ് ഇവിടെ വന്നത്. ഹെഡ് ആണെന്നുണ്ടെങ്കിൽ ക്യാഷ് ടെയിലാണെന്നുണ്ടെങ്കിൽ ഇയർബഡ്. ഓക്കെ ലാസ്റ്റ് ആണ്ടാ അങ്ങനെ ഗീവ് അവേ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞു. നേരെ ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ടാണ് വന്നത്. ഇനി എഡിറ്റ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യണമല്ലോ. സമയം ഏകദേശം 3 മണിയായിട്ടുണ്ട് കേട്ടോ. നമ്മൾ ജാസ് ഡ്രം സ്റ്റാർട്ട് ചെയ്യേണ്ട സമയമായി. 3 മണിക്ക് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഒരു 5:30 കഴിഞ്ഞപ്പോണ്ട നമുക്ക് സ്റ്റുഡൻസ് വന്നു തുടങ്ങിയത്. വെക്കേഷനായിട്ട് കുറച്ച് പേരൊക്കെ റിലേറ്റീവ്സിന്റെ വീട്ടിൽ നിൽക്കാൻ പോയേക്കണം. ചില ആൾക്കാർ ദുബായിൽ പോയേക്കാണ്. വർഷത്തിൽ ആകെ കിട്ടുന്ന 2 മാസമാണ്. അത് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാനായിട്ടാണ് നമ്മുടെ കുട്ടികളെല്ലാവരും അവിടെയൊക്കെ പോയേക്കണത് കേട്ടോ. വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ചില സ്റ്റുഡൻസിന്റെ പാരൻസ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, അടുത്ത 2 മാസം എന്തായാലും ഉണ്ടാവാനായിട്ട് സാധ്യതയില്ല. ഈ ഒരു കുട്ടി നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 2 വർഷത്തോളമായിട്ട് പഠിക്കുന്നു. ഈ ഒരു കുട്ടി മാത്രമല്ല, കാർത്തിക് എന്ന് പറയുന്ന മറ്റൊരു കുട്ടിയുണ്ട്, അഭിനന്ദ് എന്ന് പറയുന്ന മറ്റൊരു കുട്ടിയുണ്ട്. ഏകദേശം ഈ 3 പേരും ഒരേ ലെവലാണ്. ഗൈസ്, ഇതാണ് എൻ്റെ സ്റ്റുഡൻറ്റ് കാർത്തിക്. അഭിനന്ദ് ഇന്ന് ആബ്സെൻ്റ് ആണ്. അഭിനന്ദ് ഇന്ന് വന്നില്ല. ഗൈസ്, അപ്പോൾ 8 മണിക്ക് നമ്മുടെ ക്ലാസ് വൈൻഡപ്പ് ചെയ്തിട്ടാ. ഈ ഒരു ചെറിയ വീഡിയോയും ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.